മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്തെ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തെടുക്കുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനല്ലേ നിങ്ങളെ കെട്ടത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയാ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന് ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മുല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീൻ? ജസ്ന സലീമിന്റെ ചോദ്യം നിങ്ങളെല്ലാം കേട്ട് കാണും. ചത്ത ജീവിയെ കഴിക്കാൻ പറ്റുമോ? മത്സ്യങ്ങളെ പിടിച്ചിടുമ്പോൾ അത് തലതല്ലി ചാവുകയല്ലേ? മുസ്ലിയാക്കന്മാരെല്ലാം ചത്ത മീനെ കഴിക്കലുണ്ടല്ലോ, അതപ്പോ നജസല്ലേ, ഹലാലല്ലോ എന്നാണ് ജസ്നയുടെ വാദം. എന്റെ പ്രിയമുള്ള സഹോദരി, മത്സ്യം അതുപോലെ വെട്ടുകിളി സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അധികമായി കണ്ടുവരുന്ന പലരും ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് വെട്ടുകിളി എന്ന് പറയുന്നത്. ജറാദ് എന്ന് പറയും അറബിയിൽ. അപ്പൊ ഇത് രണ്ടും ചത്താലും നജസല്ല, കഴിക്കൽ അനുവദനീയമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും കഴിക്കുക. അതുപോലെ തന്നെ വേട്ടയാടപ്പെടുന്ന മൃഗം ഇന്ത്യയിൽ അത് അനുവദനീയമല്ലായിരിക്കും. മറ്റൊരുപാട് രാജ്യങ്ങൾ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കലുണ്ട്. അമ്പെയ്തോ വെടിവെച്ചിട്ടോ അങ്ങനെ വ്യത്യസ്തമായ മാർഗത്തിലൂടെ വേട്ടയാടുന്ന മൃഗം പൊതുവെ മരിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. അങ്ങനെ വേട്ടയാടപ്പെട്ട മൃഗത്തെ ഇസ്ലാമിൽ കഴിക്കൽ അനുവദനീയമായതാണെങ്കിൽ അതിനെ വേട്ടയാടിയത് മരിച്ചതിന് ശേഷമാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് കഴിക്കാം, ഹലാലാണ്. വേട്ടമൃഗത്തിന് അറുക്കണമെന്ന നിബന്ധനയും ഇസ്ലാമിൽ ഇല്ല. എന്റെ പ്രിയമുള്ള സഹോദരിയോട് സ്നേഹപൂർവ്വം, ഇസ്ലാമിന്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ പൊതുമീഡിയ താരകൾ പറയുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥയെ പറ്റി ഒന്ന് പഠിക്കുക. കാരണം ആവശ്യമില്ലാതെ ഇസ്ലാമിനെ കയറി ചൊറിയുമ്പോഴും മറ്റ് അന്യമതസ്ഥരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുമ്പോഴുമാണ് നിങ്ങൾക്കെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കുന്നത്. അപ്പൊ കൈമുറിച്ചിട്ടോ അല്ലെങ്കിൽ വല്ലാതെ സങ്കടപ്പെട്ട് വീട് ചെയ്തിട്ടോ കാര്യമില്ല.